പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ത്യ-US വ്യാപാര കരാർ ലോക്സഭയിൽ വിശദീകരിച്ചു. ഒരു വർഷം നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് കരാറിൽ ധാരണയായത്. വ്യാപാര കരാർ ഇന്ത്യൻ കർഷകരുടെ താൽപര്യങ്ങളും 140 കോടി ജനങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങളും സംരക്ഷിക്കുന്നതാണെന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞു. ചില മേഖലകളിൽ ഇന്ത്യക്ക് അമേരിക്കയേക്കാൾ നേട്ടമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. इस सम्मानित सदन के समक्ष यह दोहराना चाहता हूं कि खाद्य और कृषि क्षेत्र में भारत की प्रमुख संवेदनशीलता का पूर्णतः ध्यान रखा गया है। साथ ही यह साझेदारी लघु और मध्यम उद्यमी, MSMEs, उद्यमियों, कुशल श्रमिकों और उद्योग के लिए नए अवसर खोलेगी। माननीय सदस्यों को भारत के ऊर्जा स्रोतों से संबंधित उन मुद्दों की जानकारी होगी जो इस समझौते पर हुई चर्चाओं के दौरान उठाए गए हैं। मैं स्पष्ट करना चाहता हूं, जैसा कि सरकार ने कई बार सार्वजनिक रूप से कहा है कि 140 करोड़ भारतीयों की ऊर्जा आवश्यकताओं की सुरक्षा सुनिश्चित करना सरकार की सर्वोत्तम प्राथमिकता है. ഇതിനിടെ പ്രതിപക്ഷം എല്ലാ മര്യാദകളും ലംഘിക്കുകയാണെന്ന് സ്പീക്കർ ഓം ബിർല വിമർശിച്ചു. പ്രതിപക്ഷ പാർട്ടികളും അധികാരത്തിൽ ഇരുന്നവരാണ്. സഭ ഇത്തരത്തിലാണോ പ്രവർത്തിക്കേണ്ടതെന്നും സ്പീക്കർ ചോദിച്ചു. പ്രതിഷേധങ്ങളെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 1 മണി വരെ നിർത്തിവെച്ചു. विरोध का तरीका होता है, विरोध के तरीके और भी हो सकते हैं, लेकिन आप अपनी इलाके से छोड़कर उस जगह जाकर मर्यादाओं को तोड़ोगे तो देश के अंदर लोकतंत्र के प्रति लोगों का विश्वास भरोसा कम होगा. അജയ് സുധ ബിജു വിവരങ്ങളുമായി. അജയ്, ഇന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരുപക്ഷെ MM നരവനയുടെ ഓർമ്മക്കുറിപ്പ് തന്നെയായിരിക്കും വലിയ വിവാദമാവുക, സഭയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നാണ്. പക്ഷേ അതിനും മുൻപ് തന്നെ ഈ ഇന്ത്യ-US കരാർ വലിയ വിഷയമായി വരികയും സഭയിൽ വലിയ പ്രക്ഷുബ്ധമാവുന്ന സാഹചര്യം ഉണ്ടാവുകയുമാണല്ലോ ചെയ്തത്. എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ പീയൂഷ് ഗോയൽ വിശദീകരിച്ചത്? എന്തായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതികരണം? പീയൂഷ് ഗോയൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് ലോക്സഭയിൽ പറഞ്ഞത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ തന്നെ അക്കാര്യം പറഞ്ഞു തുടങ്ങിയത് താൻ ഈ കാര്യങ്ങളെല്ലാം ലോക്സഭയിൽ വിശദീകരിക്കാനിരുന്നതാണ്. എന്നാൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു മര്യാദയുമില്ലാത്ത പ്രതിഷേധങ്ങളെ തുടർന്നാണ് തനിക്കതിന് സാധിക്കാതിരുന്നതെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്തായാലും ഇന്നും ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെ ലോക്സഭയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ പ്രതിഷേധങ്ങൾക്കിടയിലാണ് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ത്യ-അമേരിക്ക വാണിജ്യ കരാറിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ലോക്സഭയിൽ പങ്കുവച്ചത്. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ ഒരു വർഷമായി ഇന്ത്യയും US-ഉം പരസ്പരം സംസാരിക്കുകയായിരുന്നു, ചർച്ച ചെയ്യുകയായിരുന്നു ഈ വ്യാപാര കരാറിനെ സംബന്ധിച്ച്. ഇതിൽ ഇന്ത്യയും US-ഉം രണ്ട് രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇത് കാരണം പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായി. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നിരന്തരം പരസ്പരമുള്ള ഒരു കോണ്ടാക്ട് തുടർന്നു വന്നു. അത് കാരണം ഇരു രാഷ്ട്ര നേതാക്കളും തമ്മിലുള്ള ഇത്തരത്തിലെ ബന്ധം തന്നെയാണ് ഈ വ്യാപാര കരാർ സാധ്യമാക്കിയെടുത്തത് എന്നാണ് പീയൂഷ് ഗോയൽ പറഞ്ഞത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യമാണ്, ഇന്ത്യ തങ്ങളുടെ കർഷകരുടെ താല്പര്യങ്ങൾ പൂർണ്ണമായിട്ടും ഉയർത്തിപ്പിടിക്കും, ക്ഷീരമേഖലയെ സംരക്ഷിക്കും, കാർഷിക മേഖല ഈ കരാറിൽ അത് പൂർണ്ണമായിട്ടും വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതേ കാര്യം തന്നെ ഇന്ന് ലോക്സഭയിൽ അദ്ദേഹം ആവർത്തിക്കുകയായിരുന്നു. കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു വ്യാപാര കരാർ തന്നെയാണ് അമേരിക്കയുമായി ഒപ്പിട്ടത് എന്നാണ് പീയൂഷ് ഗോയൽ പറഞ്ഞത്. മാത്രമല്ല ഈ ഇന്ത്യ-US തമ്മിൽ ഈ കരാർ ഒപ്പിടുമ്പോൾ ട്രംപ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാദമായിരുന്നു ഈ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യ നിർത്തുമെന്നുള്ള കാര്യം. ഇക്കാര്യത്തിലും പീയൂഷ് ഗോയൽ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. എന്നാൽ അവിടെയും ഇവിടെയും തൊടാതെയുള്ള ഒരു വാക്കുകളാണ് അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞത്. കൃത്യമായിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ ഇക്കാര്യത്തിൽ പീയൂഷ് ഗോയൽ നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഊർജ്ജ മേഖലയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യ എപ്പോഴും അവരുടെ 140 കോടി ജനങ്ങളുടെ ഊർജ്ജ താല്പര്യങ്ങൾ സംരക്ഷിക്കും, അതിനനുസരിച്ചുള്ള തീരുമാനങ്ങളാകും ഇന്ത്യ എടുക്കുക.
കേൾക്കുക. ഈ വ്യാപാര കരാറിന് വേണ്ടി ഇന്ത്യയുടെ അത്തരം താല്പര്യങ്ങൾ ഒരിക്കലും ബലി കൊടുത്തിട്ടില്ല എന്നാണ് പീയൂഷ് ഗോയൽ പറഞ്ഞത്. അതായത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമോ അല്ലെങ്കിൽ അത് തുടരുമോ എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല. ഈയൊരു അദ്ദേഹം ഇത്തരത്തിൽ ഈ വ്യാപാര കരാറിനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ നൽകുമ്പോഴും പ്രൈം മിനിസ്റ്റർ കോംപ്രമൈസ്ഡ്, PM മോദി സറണ്ടേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള പലതരം മുദ്രാവാക്യങ്ങൾ മുഴക്കിയും പ്ലക്കാർഡുകൾ ഉയർത്തിക്കാട്ടിയും പ്രതിപക്ഷം പ്രതിഷേധം തുടരുകയായിരുന്നു. അവസാനം സ്പീക്കറായിട്ടുള്ള ഓം ബിർള പ്രതിപക്ഷത്തെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് സഭ 2 മണിവരെ പിരിയുന്നതായി അറിയിച്ചത്. പ്രതിപക്ഷത്തിരുന്ന അംഗങ്ങളും പല സമയത്തും അധികാരത്തിലിരുന്നിട്ടുള്ളവരാണ്, ഈ രാജ്യം ഭരിച്ചിട്ടുള്ളവരാണ്. എന്നാൽ അത്തരം മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം എന്നുള്ള കടുത്ത ഭാഷയിലുള്ള വിമർശനം തന്നെയാണ് സ്പീക്കർ മുന്നോട്ട് വെച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.